ഹലോ ഗൈസ്, ഞാൻ മഞ്ജു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ ഒത്തിരി നമുക്ക് ചീറ്റിംഗ് നടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ പലതരത്തിലുള്ള ചീറ്റിംഗ് കണ്ടിട്ടുണ്ട് ഞാൻ. നമുക്ക് ചില ആൾക്കാർ ഫീമെയിൽ ID എടുത്ത് വെച്ചിട്ട് മെയിൽ തന്നെ നമുക്ക് ചാറ്റ് ചെയ്യുക, അങ്ങനത്തെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം, എനിക്ക് 2 ദിവസം മുമ്പ് ഒരു മൃദുല മിതു എന്ന പേരിൽ ഒരു റിക്വസ്റ്റ് വന്നു. അപ്പം ഞാനത് നോക്കുമ്പോൾ ഡ്രസ്സിൻ്റെ ഒരു എൻക്വയറി ആയിരുന്നു. എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് അവരെന്നോട് ചോദിച്ചു ഇത് എത്ര രൂപയാണെന്ന് ചോദിച്ചു, സംസാരിച്ചു. അപ്പോൾ ഞാൻ പ്രൈസ് പറഞ്ഞു. ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് പുള്ളിക്കാരുടെ വീട്, നേഴ്സാണ് എന്നും പറഞ്ഞു, വർക്ക് ചെയ്യുന്നു എന്നും പറഞ്ഞു. ഒരു വോയിസ് ഇട്ടു എനിക്ക്. ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ്, അത് കഴിഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഒരു പ്രൊഫൈൽ പിക്ചർ ഇട്ടു, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇട്ട് എന്നോട് ചോദിച്ചു ഇയാളെ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് വലിയ പരിചയം തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എനിക്ക് എവിടെയോ ചെറിയ പരിചയം തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് മാറിയിട്ട് കുറേ ഇതായി. അപ്പോൾ അന്നത്തെ പോലെ ആവില്ല, ഇപ്പോൾ ആൾക്കാർക്ക് തടി വെച്ചു അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ചെറിയ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പരിചയം തോന്നുന്നില്ല, ഇനി അറിയുമോ ഇന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ദെൻ ഓക്കെ അതുകൊണ്ട് അവർ ഓക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പ്രൊഫൈൽ പിക്ചർ, അതായത് എൻ്റെ തന്നെ ഫേസ്ബുക്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, എൻ്റെ ഒരു ചേച്ചിയാണ്, ആ ചേച്ചിയുടെ പ്രൊഫൈൽ പിക്ചർ എടുത്ത് അവർ ആ ഒരു പിക്ക് എനിക്ക് സെൻഡ് ചെയ്ത് തന്നു. ഇയാൾ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് നല്ല പേഴ്സണലി നന്നായി അറിയുന്നൊരു ചേച്ചിയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു അറിയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമുക്ക് പേഴ്സണലി അറിയുന്നൊരു ചേച്ചിയാണ്. ചേച്ചി ഫാമിലിയായിട്ട് ഹസ്ബൻഡ് 2 മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നു, വലിയ മക്കളൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ എന്താ അങ്ങനെ ചോദിക്കും കാരണം, അപ്പോൾ ഇവരെവിടെയാണ്? ഞാൻ നാട്ടിൽ സുഖമായിരിക്കുന്നു, ഹസ്ബൻഡ് പുറത്താണ് ഇയാളുടെ. അപ്പോൾ എന്നോട് പറഞ്ഞു ആണോ, ഹസ്ബൻഡ് പുറത്താകുന്നതിന് ഈ പറയുന്ന മൃദുല എന്ന വ്യക്തിക്ക് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ പുള്ളിക്കാരി ആൾ ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ കാര്യം? അപ്പോൾ പറഞ്ഞു അത് അയാൾ വേറൊരാളുടെ കണക്റ്റഡ് ആണ്. ഈ ചേച്ചി ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഒരു മുസ്ലിം പയ്യനോട് കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ വെറുതെ അനാവശ്യം പറയണ്ട, ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആളാണ് നിങ്ങൾ. ഈ അനാവശ്യം എന്നോട് പറഞ്ഞ പോലെ ഇനി മറ്റൊരാളോട് പറഞ്ഞാൽ ഇതായിരിക്കില്ല. എന്നോട് പറഞ്ഞത് പോട്ടെ, ഞാൻ നിർത്തിക്കോന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മനുഷ്യനുണ്ടാവുമല്ലോ, ഒരാളെ കുറിച്ച് അയ്യോ അവർ അങ്ങനെയാണെന്നൊരു നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല അത് എന്തായിരിക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ മോശമായി സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞു പയ്യൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു ശരി സെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പയ്യൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നു. ഇതാണ് ചെക്കൻ, അവന് 28 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, ചെറിയ ചെക്കനാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് ഇപ്പോൾ എന്നോട് ചോദിച്ചു ഇവർ തമ്മിൽ വേറെ എന്തൊക്കെയോ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട്, മീൻസ് റിലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് കേട്ടപ്പോൾ നിൻ്റെ എന്താ കിളി പോയോ എന്ന് ചോദിച്ചു എന്നോട്, ഇങ്ങനെ ഇവരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ചെറിയ ചെക്കനാണ് അവർ തമ്മിൽ റിലേഷനുണ്ട്, ഹസ്ബൻഡ് അറിയത്തില്ല, ഹസ്ബൻഡ് പുറത്തല്ലേ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് മൃദുല എന്ന വ്യക്തി പറഞ്ഞു നിങ്ങൾ അവരോട് വിളിച്ച് സംസാരിക്കാറുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ കാര്യമൊന്നും പറയണ്ട, ഞാൻ നിങ്ങളോടുള്ളൊരു വിശ്വാസം വെച്ച് പറഞ്ഞതാണ് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നിട്ടുണ്ട് അവരുടെ ആ ഒരു വീഡിയോസ് ഈ പെണ്ണിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഇവർ തമ്മിലുള്ള വീഡിയോസൊക്കെ കയ്യിലുണ്ടെന്ന്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, കാരണം ഒരാളിങ്ങനെ പറയുമ്പോൾ അത് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകും എന്ന്. അപ്പോൾ നമ്മളെപ്പോൾ ഒരുപാട് ചതിയില്ല. ഇപ്പം ഞാൻ അവരെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പക്ഷേ നാളെ എനിക്ക് പ്രശ്നമാകുമല്ലോ. അപ്പം ഞാൻ ഈ ചേച്ചിയുടെ എനിക്ക് നമ്പറുണ്ട്. അപ്പം ഞാൻ ഈ ചേച്ചിനെ വിളിച്ചു. ചേച്ചി ഈ മൃദുല എന്ന വ്യക്തി അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ല കുട്ട അറിയത്തില്ല എന്ന് പറഞ്ഞു. ആ ചേച്ചി ഇത് ഫേക്ക് ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ സംഭവം ഉണ്ട്, ഒരാൾ എന്നെ വിളിച്ചിട്ട് ചേച്ചി, ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു ചേച്ചി ഒരാളെ ഇങ്ങനെ ചേച്ചിയെക്കുറിച്ച് മോശം പറയുന്നുണ്ട്, ഒരു പക്ഷേ അതൊരു ആണാണ്, എന്തായാലും ആണ് പെണ്ണിൻ്റെ പേരിൽ ചെയ്യുന്നതാണ്. ഒരു പക്ഷേ ആ വ്യക്തി എൻ്റെ പ്രൊഫൈൽ എടുത്തിട്ടും എൻ്റെ പിക്ക് എടുത്തിട്ടും ഇതുപോലെ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് ചോദിക്കുന്നുണ്ടാകാം. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ പേരിൽ ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ ഇവിടെ ഇങ്ങനെയാണെന്ന് 10 പേര് പറയുമ്പോൾ ഒരാൾ വിചാരിക്കില്ലേ ശരിയായിരിക്കാം. ഈ ആൾക്കാർ പലരോടും പറയുമ്പം ആ പ്രശ്നം അതെങ്ങനെ മാറും അത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു പിന്നെ ചേച്ചി ഇങ്ങനെ അപ്പോൾ ചേച്ചിയോട് ഇല്ലെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ ഹസ്ബൻഡിനോടൊക്കെ പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനോട് ഇപ്പോൾ പറയണ്ട. അപ്പോൾ ഈ ചേച്ചിയാണെങ്കിൽ ആകെ പേടിച്ച് പോയിട്ട് കേട്ടപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ചിലപ്പോൾ ആരുടെങ്കിലും പറയുമ്പം ആരെങ്കിലും എന്തെങ്കിലും ചേച്ചി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് മൃദുല എന്നെ രാവിലെ മെസ്സഞ്ചറിൽ മെസ്സേജ് ഇട്ടു ഹായ് എന്ത് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോലീസ് കംപ്ലയിൻറ്റ് എടുക്കാൻ പോവുകയാണ്, അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഞാൻ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു.
ആ പറഞ്ഞ സ്പോട്ടിൽ തന്നെ അവർ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയി. മെസ്സഞ്ചറിൽ നിന്ന് എന്നെ ബ്ലോക്ക് ചെയ്ത് പോയി, ഫേസ്ബുക്കിൽ നിന്നും ബ്ലോക്ക് ചെയ്ത് പോയി. അപ്പോൾ മനസ്സിലായി ഫേക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതുപോലെ ഒരുപാട് വൃത്തികെട്ട ഞരമ്പ് രോഗികളുണ്ട്. ഒരു പെൺപിള്ളേരെ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ മെസ്സഞ്ചറിൽ വരുന്ന മെസ്സേജിന് ഒരു കണക്കുമില്ല. സുഖമാണോ, ചായ കുടിച്ചോ, ഉറങ്ങിയോ, ഇരുന്നോ, കിടന്നോ, ഇതൊക്കെ. ഞാനൊരു ഫേസ്ബുക്ക് തുടങ്ങി തന്നെ മെയിനായിട്ട് എനിക്ക് ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചും നമുക്ക് നമ്മുടെ ഫാമിലി കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ട. പക്ഷേ അപ്പോൾ ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് ഞാൻ സ്വീകരിക്കാറുണ്ട്. കാരണം നമ്മുടെ ബിസിനസ്സാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ് നമുക്ക് കസ്റ്റമർ വേണമല്ലോ, അതിന് വേണ്ടി. പക്ഷേ അത് ചില ആൾക്കാർ വിചാരിച്ചു ഫീമെയിൽ ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിച്ചു എങ്കിൽ അത് വേറെ രീതി, മീൻ ചാറ്റിങ്, കോളിങ്, ഇതിനൊക്കെ വേണ്ടി മാത്രമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ചേട്ടന്മാരോടും അനിയന്മാരോടും അനിയത്തിമാരോടൊക്കെ പറയാനുള്ളത്, എനിക്ക് ചാറ്റിങ്ങിനാണെങ്കിൽ എനിക്ക് സമയമില്ല സത്യം. ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദയവ് ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പ്രൊഫൈലിൽ നിന്ന്, അതായത് ഒരു മൃദുല മിതു എന്നുള്ള ഒരു പ്രൊഫൈലിൽ നിന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവളല്ല, ഒരാണാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ഇതുപോലെ ഓരോ പെമ്പിള പ്രൊഫൈൽ പിക്ചർ എടുത്തിട്ട് മോശം പറയുവാണ്. പക്ഷെ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് ആരോടും ഷെയർ ചെയ്തു. ഇപ്പം നിങ്ങളോട് പബ്ലിക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യണം. അല്ലാണ്ട് ഇപ്പോൾ പോലും എനിക്ക് ആരെ കുറിച്ചാണ് പറഞ്ഞൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിത് സത്യം പറഞ്ഞാൽ വേറെ ആളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ കാര്യം. കാരണം പക്ഷേ എൻ്റെ സ്ഥാനത്ത് ഒരു പക്ഷേ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊരു 10 പേരോട് പറഞ്ഞാൽ മതി. അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല, അമ്മേ ഇവരിങ്ങനെയാണോ, സത്യം ആരും അന്വേഷിക്കില്ല. അപ്പോൾ ഒരു പക്ഷേ നാളെ എന്നെക്കുറിച്ച് ആരും ഇങ്ങനെ പറയുമായിരിക്കും, എൻ്റെ പ്രൊഫൈൽ ഇതുപോലെ പറയും. നമുക്കറിയത്തില്ലോ സത്യം. ഇവരെന്തൊക്കെയോ വീഡിയോസൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. വീഡിയോസ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നില്ല. ഞാനത് വേണ്ടാന്നോ, എന്നോട് സെൻഡ് ചെയ്ത് തരട്ടേന്ന് ചോദിച്ചു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയോ ചെയ്തത്. അപ്പോൾ ഒരു പക്ഷേ അത് വേറെ എന്തെങ്കിലും വീഡിയോസ് ആയിരിക്കും ഇവർ ആഡ് ചെയ്ത വീഡിയോ. ഇപ്പം അങ്ങനെയുണ്ടല്ലോ, ഓരോ തലയൊക്കെ വെച്ചിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളവർക്ക് നിങ്ങളും ശ്രദ്ധിച്ചിരിക്കുക, കരുതിയിരിക്കുക. ഇതുപോലുള്ള കുറേ ഫേക്ക് ഐഡി ഇറങ്ങിയിട്ട് നമ്മളെക്കുറിച്ച് നമ്മുടെ പ്രൊഫൈൽ എടുത്ത് വളരെ മോശമായിട്ട് പറഞ്ഞ് അവർക്ക് അതിലെന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാവും. ഒന്നുകിൽ പൈസയ്ക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അതിലൊരു പ്രത്യേക സുഖം അവർ കണ്ടെത്തുന്നുണ്ടാവും. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് മോശം പറയും, എന്തെങ്കിലും സുഖം അവർ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരും കെയർ ചെയ്യുക.